നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലട ട്രാവൽസിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ബാംഗ്ലൂർ വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാനൊരു പെട്ടെന്നൊരു ബൈക്ക് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ബൈക്കാണ്. ആ ബൈക്ക് കണ്ടപ്പോൾ എനിക്ക് ഇത് ആരുടെ ബൈക്കാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് നോക്കിയപ്പോൾ അതാണ് അതിൽ സർപ്രൈസ് ആയത്. അപ്പോൾ ആ ബൈക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ബൈക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയുടെ നിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കോപ്പറേറ്റീവ് ബാങ്കാണ് കേട്ടോ, ബാംഗ്ലൂർ. അപ്പോൾ ഇത് ടൗണാണ് ബാംഗ്ലൂർ. ഇവിടെ ഓരോ ഉണ്ടല്ലേ, ഓരോരോ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ വണ്ടി, യെസ്ഡി. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര ഫാൻ ബേസുള്ള വണ്ടിയാണ് ഈ യെസ്ഡി എന്ന് പറഞ്ഞ ഈ മോഡല്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബൈക്ക് റിവ്യൂ ചെയ്യണത് അല്ലേ. നമ്മളെല്ലാം വലിയ വണ്ടികളാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരു ബൈക്ക് റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ സന്തോഷം, യെസ്ഡിനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വന്ന ഇതിൻ്റെ ഒരു കളറൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു ഗോൾഡൻ തീമിൽ ഇതിൻ്റെ കളറൊക്കെ വന്നിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് യെസ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ബാഡ്ജിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലസ്റ്ററൊക്കെ നോക്കി, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മീറ്ററൊക്കെ വന്നിട്ടുള്ളത്. പഴയ കാലത്തെ ആ ഒരു മീറ്ററും സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലേ. ഇതാണ് അതിൻ്റെ ചാവി. ആ ചാവി ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നാണ് പിന്നെ നോക്കണ്ടല്ലേ. ഇതിന് എവിടെ ഇതിൻ്റെ കിക്കർ കാണാണ്ടോ അതിൻ്റെ. അപ്പോഴാണ് ഇതിൻ്റെ കിക്കറിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ കിക്കർ എങ്ങനെ ഇതിൽ വർക്കാവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയറും കിക്കറും ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ഇത് പ്രസ് ചെയ്തിട്ടാണ് അടിച്ച കിക്കർ വർക്കാവും. അപ്പോൾ ഗിയറും ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഈ സൈഡിൽ യെസ്ഡി എന്ന് പറഞ്ഞവരുടെ ആ നെയിമിങ് കാണാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഏരിയ എഞ്ചിൻ്റെ പോർഷനും സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരുപാട് ആധികാരികമായിട്ടൊന്നും ഇതിൽ പറയാനില്ല, റിവ്യൂ ആയിട്ട് കണക്കൂട്ടും വേണ്ട. വണ്ടി കണ്ടപ്പോൾ ഒരു കൗതുകം. ഇവിടെ ഈ സൈഡിലായിട്ട് ഈ ഒരു പോർഷൻ റോഡ് കിങ് എന്ന് പറഞ്ഞിട്ട് അവരൊരു നെയിമിങ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, റോഡ് കിങ്. വണ്ടി ഇപ്പോൾ നല്ല അടിപൊളി കണ്ടീഷനിലാണ് കേട്ടോ. പിന്നെ ഈ പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചെയിൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ വരണത്, അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ വരണത്. കണ്ടില്ലേ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ല തിളങ്ങിയിരിക്കുന്നു അല്ലേ. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത നമ്മുടെ 2 സൈലൻസറാണ് ഈ വണ്ടിക്ക് വരണത് കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ ഒരു സൈലൻസർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഒരു സൈലൻസർ കാണാൻ സാധിക്കും. അതാ 2 സൈലൻസറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലൊക്കെ എന്താ പറയുക, പുലിയാണ് അല്ല. ഇപ്പോഴും ഒരുപാട് RX-100 ഈ വണ്ടിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിനൊരു ആ ചെയിൻ പ്രൊട്ടക്ടറും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് വന്നേക്കണേ. ഇവിടെ ഒരു ബ്ലാക്ക് തീമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ്റെ പോർഷനും സംഭവങ്ങളൊക്കെ ഇവിടുന്നും കാണാം. ഒരു ചെറിയ വീഡിയോ ഉണ്ടോ, കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ ആ ടാങ്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ടിപ്പിക്കലായിട്ടുള്ള യെസ്ഡി എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജിങ്, പിന്നെ ഇവിടെ ഒരു എന്താ ഈ ഡിസൈൻ, ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുക. ഓക്കെ, വണ്ടി ഇപ്പോൾ അടിപൊളിയായിട്ട് പണിത് ഇറക്കിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ടല്ലോ, ക്ലച്ച് ബ്രേക്ക് സംഭവങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ സ്റ്റീലായിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലാണ്, പ്യൂർ സ്റ്റീലാണ് ഉണ്ടോ.
പിന്നെ ഫ്രണ്ട് ആ വീലൊക്കെ നോക്കി എന്താ അതിൻ്റെ റിമ്മൊക്കെ അല്ലേ നല്ല തിളങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊരു സംഭവം തന്നെ കേട്ടോ, ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഇപ്പോഴും അതിങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. അകലേന്ന് കാണുമ്പോൾ കൂടുതൽ ഭംഗി ആ വണ്ടിയുടെ കാണാം. എത്രത്തോളം ഭംഗിയുണ്ട് നോക്കിയേ. Yezdi മോഡല് ഇത് എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു ഓരോന്ന്. ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ വണ്ടിക്കൊക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. പിന്നെ ഹെഡ്ലൈറ്റ് പറഞ്ഞില്ല, ഹെഡ് ലാമ്പ്സ് ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് വന്നേക്കണം കേട്ടോ. പിന്നെ KA രജിസ്ട്രേഷനാണ്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ലാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓവറോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സന്തോഷ് ചേട്ടൻ പറഞ്ഞുതരും. സന്തോഷ് ചേട്ടൻ നമ്മുടെ കല്ലട ട്രാവൽസിൻ്റെ മാനേജറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സന്തോഷ് ചേട്ടൻ. നമസ്കാരം സന്തോഷ് ചേട്ടൻ മാനേജറാണ് അദ്ദേഹം, കല്ലട ട്രാവൽസിൻ്റെ ഓൾ ഇൻ ഓളാണ്. പറയൂ, ഇത് ചേട്ടൻ എത്ര വർഷമായി ഈ വണ്ടി എടുത്തിട്ട്? 5 വർഷമായി. അപ്പോൾ ഇത് എങ്ങനെയാണ് കയ്യിൽ വന്നത്? ഇതിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ. നമ്മൾ പരിചയമുള്ള ഒരാളെ നിന്ന് വാങ്ങിച്ചാണ്. എൻ്റെ ഇത് ഉണ്ടായിരുന്നു, 96 വണ്ടി ഉണ്ടായിരുന്നു. അതൊരു 5-6 വർഷം ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോന്നപ്പോൾ നാട്ടിലായിരുന്നു. പോന്നപ്പോൾ അത് അവിടെ വിറ്റാണ്. അതൊന്ന് വിറ്റത് ഒരു 5000 രൂപയ്ക്ക് വിറ്റത്. അയ്യോ, ഇന്ന് ഈ വണ്ടിക്ക് ഭയങ്കര മാർക്കറ്റാണ്, ഭയങ്കര വലിയ വണ്ടിയുടെ ക്രൈസാണ്. ഓക്കെ. ഇത് അടിപൊളി വണ്ടി. അത് നമുക്ക് ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടി. അത് ഞാൻ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് ആരുടെ വണ്ടിയെന്ന് അന്വേഷിച്ചു. എപ്പോഴാണ് പറഞ്ഞത് ഇത് സന്തോഷ് ചേട്ടൻ്റെ വണ്ടിയാണെന്ന്. അതാണ് പെട്ടെന്ന് തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആരെയും നോക്കാണ്ടിരിക്കില്ല. അതെ, സിഗ്നൽ കഴിഞ്ഞാൽ 2-3 പേരെ വന്ന് ചോദിക്കും ഈ സന്തോഷ് ചേട്ടൻ. പിന്നെ നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ആള് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ. പിന്നെ പ്രമുഖരായിട്ടുള്ള കുറേ സിനിമയായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താ കൂടുതൽ പറഞ്ഞത്? ഇതിൻ്റെ കിക്കർ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ? ഒന്നാണ്. സൈലൻസർ കണ്ടുണ്ട്. മൈലേജ് കുറവാണ്, 20 കിട്ടുള്ളൂ മൈലേജ്. വെറുതെ നമ്മളൊരു ഫാഷന് വേണ്ടി കൊണ്ടുനടക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഇത് അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാട്ടിയിട്ടുണ്ട് അതിൻ്റെ കിക്കറിൻ്റെ പരിപാടി. ഇതെങ്ങനെയാണ്? നമ്മൾ ഈ ബൈക്കിലുള്ള അഭ്യാസങ്ങൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് സന്തോഷേട്ടനല്ലേ എല്ലാം ചെയ്തോടെ. അങ്ങനെ കയറി ഇരുന്നിട്ട് വേണ്ട അത് മുകളിലേക്കാക്കി ഇവിടെ പ്രസ് ചെയ്യണം. എവിടെ ഉപ്പുറ്റുകൊണ്ട് പ്രസ് ചെയ്യണം. ഉപ്പുറ്റുകൊണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. വേണ്ട ഉപ്പുറ്റുകൊണ്ട് പ്രസ് ചെയ്യണം. ഇത് പമ്പ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. പമ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.